ഹായ്, ഈ പ്രൊജക്റ്റ് ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതും അതേപോലെ ചിന്തിക്കുന്നതുമായിട്ടുള്ളൊരു വർക്കാണിത്. പക്ഷേ അത് നമുക്ക് പല സ്ഥലത്തും പ്രാവർത്തികമാക്കാൻ പറ്റാറില്ല. കാരണം ഓരോ ക്ലയൻറ്റും വ്യത്യസ്തരാണ്. അപ്പോൾ അവരുടെ ഇഷ്ടാനുസൃതമാണ് നമ്മൾ ഓരോ വീടുകളും വെച്ച് കൊടുക്കുന്നത്. ഇതൊരു പാറയുടെ മുകളിലുള്ള വീടാണ് കേട്ടോ. പലപ്പോഴും ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോ പാറ കാണുമ്പോഴും മനോട്ട് എന്നോട് പറയാറുണ്ട്, ആ പാറ കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ മുകളിലൊരു വീട് വെക്കായിരുന്നു എന്ന് പല പാറകളും കാണുമ്പോൾ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു പാറ ഒത്തു കിട്ടിയത്. ഈ പാറ മൂന്നാറുള്ളതാണ് കേട്ടോ. ഞങ്ങൾ മുൻപും വീഡിയോകളിൽ ഈ പാറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു പദ്ധതി അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലൊരു വീട് വയ്ക്കുകയാണ്. ഈ വീട് നമ്മൾ വെക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതേപോലെ കുട്ടികൾ വരുമ്പോൾ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ ഞങ്ങളുടെ ക്ലയൻറ്റ് മുസ്തഫാക്കും ഫാമിലിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെക്കണത്. കാരണം ഞങ്ങൾ അവരോട് ആദ്യമേ പറഞ്ഞതാണ്, ഈ ഐഡിയ എല്ലാം പറഞ്ഞപ്പോൾ അവർക്കത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു പുറത്ത് പോയിട്ട് സ്റ്റേ ചെയ്യണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പാറമുള്ളൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചത്. ഇതൊരു 7.5 ഏക്കർ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി 35 പ്രൊജക്റ്റിന് ഇവിടെ ഓൾറെഡി ഇവർക്ക് സാങ്ഷൻ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു 4 വീടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടല്ല, നമ്മൾ പുറത്ത് കൊടുക്കാനുള്ള റിസോർട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഓരോ പ്രൊജക്റ്റിന് വേണ്ടി വരുമ്പോഴും ഞങ്ങൾക്ക് ഹോട്ടൽ എക്സ്പെൻസ് തന്നെ നമുക്ക് നല്ലൊരു സംഖ്യ വരും. കാരണം ഇവിടെ ബേസിക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ 7,000 രൂപയാണ്. അപ്പോൾ ഞങ്ങളിതിൻ്റെ ബുക്കിങ്ങിനായിട്ടും പലപ്പോഴും ഇതിൻ്റെ ഡിസ്കഷനായിട്ടും ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ ഇതുവരെയുള്ള പ്രൊജക്റ്റിനേക്കാൾ കൂടുതൽ ഡിസ്കഷൻ നടന്ന ഒരു സൈറ്റാണിത്. കാരണം ഇവർക്ക് ഇത്രയും പ്ലോട്ടുള്ളതുകൊണ്ട് എവിടെ വെക്കണം, അങ്ങനെ പല പ്രാവശ്യങ്ങളും ഇവിടെ വന്ന് ഡിസ്കഷൻ ഉണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഹോട്ടൽ എക്സ്പെൻസ് നല്ല പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനൊരു സെറ്റപ്പ്, അതേപോലെ കാന്തല്ലൂരിലൊക്കെ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനും കൂടി ആയിട്ടാണ് ചെയ്യണത്. മുസ്തഫാക്കും അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യുക. അവരും ഒരുപാട് പൈസ ഹോട്ടലിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്ലാൻ ഇട്ടത്. ഇത് നമ്മൾ ഒഫീഷ്യലി റെൻറ്റിന് കൊടുക്കുന്നൊരു വീടല്ല. ഇതിൻ്റെ എക്സ്പെൻസ് ഫുള്ള് ഇപ്പം വഹിക്കുന്നത് ഞങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും അതേപോലെ മുസ്തഫാക്കും മാത്രം നിൽക്കാനായിട്ടുള്ളതാണ്. ഇത് പുറത്ത് നമ്മൾ കൊടുക്കാനുള്ള ഉദ്ദേശത്തിലല്ല കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഈ പാറയുടെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിളിക്കും. പക്ഷെ നമ്മൾ പുറത്ത് ഇത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പാറയുടെ മുകളിലുള്ള വീട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് ഈ രീതിയിൽ പാറയുടെ മുകളിൽ വീട് വയ്ക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഒരുപാട് കോൾസ് ഞങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യമേ പറയട്ടെ, ഞങ്ങൾ ഇതേപോലെ പാറയുടെ മുകളിൽ വീട് വയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിന് ഹ്യൂജ് റിസ്ക് ഉണ്ട്. അതേപോലെ ഫുൾ ടൈം ഞാൻ തന്നെ ആ സൈറ്റിൽ നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു വർക്ക് ഞങ്ങൾ ചെയ്ത് തന്നെ ഇവിടെ തൊട്ടടുത്ത് നമ്മളെ ക്ലയൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രാത്രിയും പകലൊക്കെ ആയിട്ട് ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പാറ ഉണ്ടല്ലോ, 3 ദിവസം കൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ വീഡിയോ പോലെ ഞാൻ ആക്കിയെടുത്തത്. അപ്പോൾ അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അതായത് ഈ കഴിഞ്ഞ വിഷു തലേന്നാണ് അല്ലേ നമ്മളൊന്ന് ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നിങ്ങൾക്കറിയാം ഇതിൽ വീഡിയോസൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ആകെ ഒരു വീഡിയോ വന്നത് ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ എന്നോ, അതായത് ഇലക്ഷൻ്റെ ആ സമയത്ത് കാന്തല്ലൂരിൽ നിന്ന് എടുത്തൊരു വീഡിയോ മാത്രമേ ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. വീഡിയോ ഇടാത്തതിനും ഒരു കാരണമുണ്ട്. ആ കാരണങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ അമ്മ നിൽക്കണ ഈ പാറയുടെ മുകളിലാണ് ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും അതേപോലെ തന്നെ ക്ലയൻ്റായ മുസ്തഫാക്കും മോനൊക്കെ വന്ന് നിൽക്കാനുള്ള ഒരു താൽക്കാലിക സ്റ്റേ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ചെയ്യണത്. ഞാൻ പറഞ്ഞല്ലോ 3 ദിവസം കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് ഞങ്ങൾ വഹിക്കണോണ്ടും ആർഭാടമാക്കി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എനിക്കും അമ്മൂനും പോകുമ്പോൾ ഒന്ന് സ്റ്റേ ചെയ്യണം, അത്രയും ഞങ്ങൾ ആവശ്യമുള്ളൂ. ഈ പാറയുടെ മുകളിൽ ഇതിലും വലിയ ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഒരുപാട് പൈസ ചിലവാകണ കാര്യം. അപ്പോൾ അത്രയും പൈസ ചിലവാക്കാനായിട്ട് ഇപ്പോൾ നമ്മളെ കയ്യിലില്ല. അതേപോലെ ഈ പാറയുടെ വർക്ക് നടക്കുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയിലാണ് കേട്ടോ കടന്നത്. കാരണം ഓൾറെഡി അവിടെ ഒരു ചേച്ചി ഒരു ചേട്ടന് താമസിക്കുന്നുണ്ട്. അപ്പോൾ ബാത്റൂം എല്ലാം അവരവിടെ യൂസ് ചെയ്തോളാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ 2 പേരും ബാക്ക് സീറ്റ് അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഞങ്ങൾ വണ്ടിയിലാണ് കടന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് റിസോർട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഇതിൻ്റെ നെക്സ്റ്റ് സ്ഥലം തന്നെ പറയാം. അവിടെയാണ് സ്റ്റാർട്ടിങ് 7,000 രൂപയാണ്. അതായത് നമ്മൾ കതിരശേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് 7,000 രൂപയാണ് അവിടെ സ്റ്റാർട്ടിങ്. ആ ചേച്ചി അവിടെയാണ് ജോലിക്ക് പോണത്. അപ്പോൾ അവരെ പരിചയം വെച്ചിട്ടും കൂടി
നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു 7,000 രൂപ പറഞ്ഞ. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് പകലും രാത്രിയും കണ്ടിന്യൂസ് നടക്കുന്ന വർക്കാണ്. രാത്രി 2 മണിക്കൊക്കെ നിർത്തുക. ആ സമയത്ത് പോയി റിസോർട്ടിൽ കടന്ന് രാവിലെ 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. 8 മണിയാകുമ്പോഴേക്കും ഇവിടെ സൈറ്റിലെത്തണം. അപ്പോൾ ഒരു 5-6 മണിക്കൂറിന് 7,000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ നഷ്ടമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ ചിലവാക്കണ പൈസ വലിയൊരു എമൗണ്ട് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ ഹാർഡ് വർക്കാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലും അറിയാം, ഇപ്പോൾ ഇതാ ഈ വർക്ക് നടക്കുന്നത് ഞങ്ങളെ നോർമൽ സൈറ്റത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ്. ഇത് ഏകദേശം ഒരു 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ? ഇത് ഒരു ദിവസം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുള്ളത്. ഇത് വിഷുത്തലേന്നാണ് ഇത് തുടങ്ങണത്. ആ ഒരു 3 ദിവസത്തെ പ്രോഗ്രസ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ കാണുന്ന റിസോർട്ടൊക്കെ ഡെയിലി 10,000-ൻ്റെ എബോവ് 10,000 ഉള്ള റിസോർട്ടുകളാട്ടോ അതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് കതിരേശൻ ചേട്ടൻ. കതിരേശൻ ചേട്ടൻ ഇങ്ങനെ ഓരോ ഐഡിയാസ് ചോദിക്കുക, എന്താ നിങ്ങൾ ചെയ്യാൻ പോണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങണ സമയത്ത് ജസ്റ്റ് മുസ്തഫാക്കാനോട് കൺഫർമേഷൻ, കാരണം അവരെ പ്ലോട്ടാണല്ലോ, സമ്മതം മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. സമ്മതം ചോദിച്ചപ്പോൾ അവർക്ക് 100% ഓക്കെയാണ്, നിങ്ങൾ എന്താ വേണ്ടിച്ച ചെയ്തോളൂ എന്ന് അവർ പറയുന്നത് മാത്രമാണ് കേട്ടോ നമ്മളിതിന് ഇറങ്ങി തിരിച്ചത്. കാരണം ഞങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കില്ല. അല്ല, ഇത് ഒന്നാമത്തെ കാര്യം, ഇത് വേറൊരാളെ സ്ഥലത്തും കൂടിയാണ് അല്ലേ. പിന്നെ ക്ലൈൻസാണ്, മനുഷ്യന്മാരാണ്. ഇവിടെ ഞാനെൻ്റെ ചേട്ടനും തന്നെ മിണ്ടാറില്ല. പിന്നെ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതിന്ന് ഇപ്പോൾ ഈ പറഞ്ഞതാണ് ഞങ്ങളെ മനസ്സിലുള്ളത്. ഇത് നാളെ ഏത് രീതിയിലായി തീരും എന്നുള്ളത്, ഇനിയിപ്പോൾ നാളെ ഒരു സുപ്രഭാതത്തിൽ മുസ്താഖ പറയുകയാണെങ്കിൽ അതിൻ്റെ കയറണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. കാരണം അത് നമ്മളങ്ങനെയാണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലേ. അത് തിരിച്ച് പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം അത് നമ്മളെ സ്വന്തം സ്ഥലമൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ രാത്രിയും പകലും കഷ്ടപ്പെട്ടിട്ട് ഇത് ചെയ്യണതിൻ്റെ കാര്യം മെയിനായിട്ട് ഇത് തന്നെയാണ്. കാരണം നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഡെയിലി റെൻറ്റ്, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളിപ്പോൾ നമ്മളെ വീടിന് ബുക്കിംഗ് ചെയ്യണ സമയത്ത് നിങ്ങൾ വർക്കേഴ്സിന് മാത്രമാണ് ഒരു അക്കോമഡേഷൻ തരണത്. അപ്പോൾ ഏതൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ക്ലയൻസിനൊക്കെ ഞങ്ങൾ വരണത് വലിയ താല്പര്യം അല്ലേ. നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും വരണം എന്നാണ് അവർ പറയുക. പക്ഷേ ഞങ്ങളെങ്ങനെ വരുന്നു, എവിടെ പോകണു, എവിടെ സ്റ്റേ ചെയ്യണു എന്നുള്ളത് ഒരിക്കലും ഇവർ ചിന്തിക്കാറില്ല. കാരണം സൈറ്റിൽ വരിക, കാണാൻ ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരെ പാട്ടിന് പോകും. പിന്നെ നമ്മളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാലോ, ഞങ്ങൾ മലപ്പുറമാണ്, പെരിന്തൽമണ്ണ ഞങ്ങളെ വീടുണ്ട്. അതുകൂടാണ്ട് ഞങ്ങൾ വയനാടല്ല, കോട്ടയത്ത് നമ്മളൊരു വീട് റെൻറ്റിന് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷേ നമുക്കിപ്പോൾ മൂന്നാറിന്ന് ഒരു 11 മണിക്ക് വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ കോട്ടയത്തുള്ള വീട്ടിൽ വന്ന് കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഒരുപാട് ട്രാവലിംഗ് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പാറയുടെ മുകളിലൊരു വീട് വയ്ക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇറങ്ങാൻ ഉള്ളൊരു കാരണം ഇതേപോലത്തെ ഒരു പാറയാണ് അല്ലേ. ആ പാറ ഏതാണെന്ന് അറിയാം എനിക്ക്? ഏട്ടൻ്റെ വീട്ടിലൊരു വഴി പ്രശ്നം. അതായത് എൻ്റെ ഏട്ടന് നല്ലൊരു വീട് വെച്ചു, കൺസ്ട്രക്ഷൻ ഞാനാണ് ചെയ്തത്. പക്ഷേ ആ വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് വഴി ഉണ്ടായിരുന്നില്ല. ഇതേപോലത്തെ 2-3-4 പാറകളായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ, ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് പേയ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കൂടി വഴിയുണ്ട് വേണ്ട കാര്യമില്ല, സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങാനൊരു വഴി വേണം. നമ്മളെ നാട്ടിലുള്ള അന്നത്തെ ഏറ്റവും വലിയ റോഡ് ചെയ്യുന്ന ആൾക്കാരെയും വലിയ കോൺട്രാക്ടർമാരൊക്കെ കൊടുന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ ആർക്കും അതിലേക്കൊരു വഴി ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങളീ കണ്ട പോലെ അന്ന് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്, ഇതേപോലത്തെ പാറയുടെ മുകളിൽ ഡ്രില്ല് ചെയ്തിറക്കി 2 സൈഡും കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ആ വഴി ഉണ്ടാക്കി കൊടുത്ത് അവൻ്റെ ലാസ്റ്റ് ഗഡു ബാങ്കിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ട് വീടിന് കൺഫർമേഷൻ, അതായത് അപ്രൂവൽ അന്നാണ് കിട്ടിയത്. അതൊക്കെയാണ് നമ്മളെ ഈ കോൺക്രീറ്റ് വീട് തുടങ്ങാനുള്ള ഒരു ഫസ്റ്റിലെ മുന്നോടിയായിട്ടുള്ള ഒരു, അതായത് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഐഡിയ കിട്ടണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ വന്നപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് പുറത്തായ കാരണം കൊണ്ട് അവിടെ കോൺക്രീറ്റ് വാൾ നമ്മൾ കണ്ടിട്ടുണ്ട്, റീറ്റൈൻ വാൾ ചെയ്യണത്. അപ്പോൾ എന്തുകൊണ്ട് പാറയിൽ ഡ്രില്ല് ചെയ്തിട്ട് ചെയ്തുകൂടാന്നുള്ളത് നമുക്ക് ആ സമയത്ത് അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു, അങ്ങനെ റോഡ് ഉണ്ടാക്കി. പിന്നെയാണ് നമ്മൾ ഭിത്തികൾ നിർമ്മിക്കണതിൻ്റെയും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ടച്ചപ്പിലേക്ക് പോയത്. അതായത് നമുക്ക് ആ ഒരു അറിവ് കിട്ടിയതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ പിന്നെ അങ്ങനത്തെ കൺസ്ട്രക്ഷൻ ഫോളോ ചെയ്തു. അങ്ങനത്തെ കൺസ്ട്രക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചൈനയിലാണ്. അപ്പോൾ ഞാൻ ഗൾഫിലിരിക്കുന്ന സമയത്ത് ഒരുപാട് അവരെ വീഡിയോസ് കാണാറുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഗൾഫിൽ ചെയ്യണ ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ കോൺക്രീറ്റിലാണ് ചെയ്യണത്. എൻ്റെ വർക്ക് ബേസ് ആയിട്ടുള്ള, അതായത് ഞാനൊരു മിലിറ്ററി ബേസും അതേപോലെ ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതേപോലത്തെ കോൺക്രീറ്റ് ഭിത്തികളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. കണ്ടോ, ഈ വെൽഡ് ചെയ്യണത് ആരാന്ന് അറിയാമോ? മനോട്ടം തന്നെ കയറ് കെട്ടിയിട്ടാണ് കേട്ടോ, നമ്മളൊരു മരത്തിൽ കയറ് കെട്ടിയിട്ടാണ് ഇത് ചെയ്യണത്.
ഇത് നോക്കി നോക്കോ, ഇത് കൊണ്ട് ഞാനും ഷെരീഫുമാണ് ഇരിക്കണത്. നമ്മളെ വർക്കേഴ്സ് ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഞങ്ങളന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഷെരീഫ് ഈ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം 5 മണിയ സമയം അല്ലേ. ഞാൻ വൈകുന്നേരം ഒരു 9 മണിക്കാണ് പിന്നെ ഭക്ഷണം കഴിച്ചത്. കാരണം എനിക്കിതിൻ്റെ ചുറ്റോറം അടിച്ച് ഇത് ഇന്നത്തെ ദിവസം കോൺക്രീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ടാർഗറ്റ്. നിങ്ങൾ എത്ര കേട്ടിരുന്നാലും ഇത് 3 ദിവസം ചെയ്ത വർക്കാണെന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത്. ഇതിപ്പോൾ ചെയ്യാം, ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിയും രീതിയിലൊക്കെ ആയിട്ട് ചെയ്യാം. കാരണം നമ്മളൊക്കെ ആ ഒരു പർപ്പസ് അല്ല, ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനാണ്, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. പിന്നെ അതുകൂടാണ്ട് ഈ ഒരു സമയത്ത് ഞങ്ങളെ സാഹചര്യം വേറെയാണ്. അത് ഇനി അമ്മ പറഞ്ഞു തരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് വിഷുത്തലേന്നാണ് തുടങ്ങിയത്. ഈ ഒരു അടിക്കണ സമയമൊക്കെ ആയപ്പോഴൊക്കെ തന്നെ എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അത് മുൻപത്തെ ഒരു വീഡിയോയിൽ മനോട്ടം പറഞ്ഞിരുന്നു അച്ഛന് സുഖമില്ല എന്നൊക്കെ. കുറച്ച് പേരൊക്കെ അത് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അതിനുശേഷം വിഷുവിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അച്ഛനെ അഡ്മിറ്റ് ചെയ്ത് അച്ഛനൊരു 10-11 ദിവസം നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇല്ല, വിഷുവിന് ഞങ്ങൾ വീട്ടിൽ പോയില്ല. പിറ്റേ ദിവസം എൻ്റെ അച്ഛൻ കൊണ്ടുപോയിട്ടാണ് മനോഹറിൻ്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ മുമ്പ് വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ബൈസ്റ്റാൻഡർ ബുക്ക് ചെയ്തു. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, അച്ഛന് കാര്യമായിട്ട് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഒരു അസുഖമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരു മാസങ്ങൾക്ക് മുന്നേ ഇപ്പോൾ നമ്മളെ കോട്ടയത്ത് വെച്ചിട്ട് നമ്മളെ വർക്കിന് ഫംഗ്ഷന് അച്ഛൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അല്ലേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ട ഒരു പൊസിഷൻ തന്നെ ആയിരുന്നു അച്ഛന്. അച്ഛൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഭക്ഷണം കഴിക്കണില്ല, കുറച്ച് ക്ഷീണിച്ചു. അതായിരുന്നു അച്ഛനുണ്ടായിരുന്ന ആകെയുള്ളൊരു കുഴപ്പം. 10-20 ദിവസത്തോളം വീട്ടിലിങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ചെയ്യും. പക്ഷേ അച്ഛൻ നമ്മൾ വിചാരിക്കുമ്പോഴേക്കും അച്ഛൻ ആക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോവായിരുന്നു. ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ചൂടിൻ്റെയൊക്കെ കാരണം കൊണ്ട്. പിന്നെ വിഷു കഴിഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം നോർമൽ ഡ്രിപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് BP ഡൗൺ ആയി ICUവിൽ കയറ്റി. ഏകദേശം 10 ദിവസം ICUവിൽ കടന്നു. അങ്ങനെ അച്ഛൻ ICUവിൽ തന്നെ മരിച്ചു കേട്ടോ. അതായത് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഈ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 3 ദിവസം അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ നിന്നപ്പോൾ അച്ഛൻ നല്ല ബെറ്റർ ആയിരുന്നു, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഇനി കുഴപ്പമില്ല, അടുത്ത് തന്നെ റൂമിലേക്ക് മാറ്റും എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്ന് 2 ദിവസം അങ്ങനെ സൈറ്റുകളിൽ കൂടെ എല്ലാം പോയി. വീണ്ടും ഞങ്ങൾ മൂന്നാർ സൈറ്റിൽ രാത്രി എത്തുമ്പോൾ 1 മണിക്കാണ് ഞങ്ങൾ രാത്രി മൂന്നാറത്തെ ഈ സൈറ്റിലെത്തണത്. സൈറ്റിലെത്തി ജസ്റ്റ് ഞങ്ങൾ ഈ പാറപ്പുറത്താണ് ഞങ്ങൾ അന്ന് രാത്രി കിടന്ന് 1 മണിക്കൂർ തികച്ച് കിടന്നില്ല. 2 മണിയാകുമ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു. മെയിൻ കാരണം അച്ഛൻ മരിക്കാനുള്ളൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുമല്ലോ, എൻ്റെ അച്ഛന് 86 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞ ആളൊരു ഫാന് പോലെ ഇട്ടിട്ട് കടന്നുറങ്ങാത്തൊരു മനുഷ്യനാണ്. ഇതിൻ്റെ മുന്നേ ഒരു 7-8 മാസം മുന്നേ നിങ്ങൾക്കറിയാം, വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അച്ഛൻ ഇതേപോലെ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അന്ന് എന്താ കമ്മിയായിരുന്നു, സോഡിയം കുറവായിട്ട്. അപ്പോൾ നമ്മൾ നോർമൽ റൂമിലാണ് ഒരു 5 ദിവസം ഒരു ആന്റിബയോട്ടിക്സ് കൊടുത്തു, ട്രിപ്പ് ഇട്ടു, സോഡിയം എല്ലാം ഓക്കെ ആയി വീട്ടിൽ വന്നു. പിന്നെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതൊരു നോർമൽ റൂമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇത്രയും പെട്ടെന്ന് ഇതാവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ ICUവിൽ കയറ്റിയതാണ് ഏറ്റവും വലിയ ഇത് പറ്റിയത്. കാരണം പോലൊരു ഫാന് പോലും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. ICU എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. കാരണം ICUത്തെ AC നമുക്ക് ഓഫ് ചെയ്യാൻ പറയാൻ പറ്റില്ല. കാരണം ICUവിൽ ഒരു പേഷ്യൻ്റ് അല്ല, ഒരുപാട് പേഷ്യൻസ് കിടക്കുന്നുണ്ട്, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അവർ അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇത്രയും വയസ്സായ ഒരാൾക്ക്, ഒന്നാമത് എൻ്റെ അച്ഛൻ വളരെ ഇതായിരുന്നു, ക്ഷീണിതനായിരുന്നു. അപ്പോൾ പിന്നെ ഈ ICUത്തെ തണുപ്പും കാര്യങ്ങളും, പിന്നെ എന്താ പറയുക, വയസ്സായ ഒരാൾക്ക് അതായത് ഇത്രയും കാലം ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരവസ്ഥയിലാണ് ബാക്കിയുള്ള 10 ദിവസം ആൾ കടന്നത്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇത്രയും പെട്ടെന്ന് മരണം സംഭവിക്കാനുള്ള ഒരു കാരണം. പക്ഷെ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ ആൾ പറഞ്ഞില്ലേ, ഫാനൊന്നും ഉപയോഗിക്കാത്തൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിക്കവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അച്ഛൻ ഇപ്പോൾ 87 ആണെങ്കിലും എൻ്റെ മനസ്സിൽ അച്ഛൻ ഉണ്ടായിരുന്നൊരു ഏജ് പറഞ്ഞൊരു 92 വരെ അച്ഛൻ നിൽക്കുന്നായിരുന്നു. കാരണം അച്ഛന് BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല, ഒരു മെഡിസിൻ പോലും കഴിക്കാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോൾ അച്ഛൻ്റെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ അതിൻ്റെ അച്ഛനാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 10 ദിവസം ICUവിലത്തെ ആ തണുപ്പ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ആൾ അനുഭവിക്കേണ്ടി വന്നത്. അച്ഛൻ്റെ ഫാമിലിയിലുള്ള ഏട്ടനും അനിയത്തിമാരൊക്കെ 10, 12, 8, 5 വർഷങ്ങൾ കടന്ന കട്ടിൽമ കടന്നിട്ട് മരിച്ച ആൾക്കാരാണ്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അച്ഛനും ഭാഗ്യവാനാണ്, ഞാനും ഭാഗ്യവാനാണ്. കാരണം എൻ്റെ അച്ഛൻ ഒരുപാട് മാസങ്ങൾ ഈ ഒരു രീതിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏട്ടനുണ്ട്, ഒരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ.
കാരണം ഞാനും അതിൻ്റെ പിന്നിൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിലും നോക്കാൻ അവിടെയൊക്കെ ആളുണ്ട്, നമ്മളൊരു ബൈസ്റ്റാൻഡറെ വെച്ചിരുന്നു എന്നെങ്കിലും നമുക്കിങ്ങനെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ബൈസ്റ്റാൻഡർ വെക്കല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മളെ ഈ വീഡിയോസ് കാണുന്ന പകുതി ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ നമ്മളെ ക്ലയൻസ് ആണ്, ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. ഈ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് പ്രൊജക്റ്റ് നടക്കുമ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ അച്ഛൻ ആസ്പത്രിയിലാണെന്നൊന്നും പറഞ്ഞാൽ ചില ക്ലയൻസ് അച്ഛൻ ഹോസ്പിറ്റലൈസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് എൻ്റെത് വാർക്കെന്ന് ചോദിച്ച ആളുണ്ട്, അറിയോ? ഞാൻ പറഞ്ഞു ഞാൻ ICUവിലാണ്, ഞാൻ ഒന്ന് പുറത്തിറങ്ങി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എപ്പോഴും നമ്മളത് എന്നാ വാർക്കെന്ന് ചോദിച്ചു. അതേപോലെ നമ്മുടെ ഇത് ചെയ്യുമ്പോൾ അച്ഛൻ അഡ്മിറ്റ് ആയതുകൊണ്ട് ഡിലേ ആവും മോളെ വർക്ക് എന്ന് വരെ ചോദിച്ചവരുണ്ട്. കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് മെയിൻ കാര്യം. അപ്പം നമ്മളും അത് തന്നെയാണ് കണക്കാക്കുന്നത്. നമുക്ക് പൈസ തന്നിട്ടാണല്ലോ ഇവരൊക്കെ വർക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് റെസ്പെക്ട് ചെയ്യണം. കാരണം അവരുടെ ഒക്കെ പൈസ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നമുക്ക് നന്നായിട്ട് നോക്കി വഹിച്ചാലും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആളെ വെച്ച് നോക്കാനും അതേപോലെ ബില്ല് പേ ചെയ്യാനും ഒക്കെ. ഇപ്പം ഞാനിപ്പോൾ ഒരാളൊരു ബൈസ്റ്റാൻഡറെ വെച്ചിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. കാരണം ഞാൻ അവിടെ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഹ്യൂജ് നഷ്ടമാണ് വരാൻ പോണത്. പക്ഷേ നമുക്കിപ്പോൾ അച്ഛൻ എന്ന് റിക്കവർ ആവും എന്ന് വിചാരിച്ചിട്ട് അത്രയും റിക്കവർ ആവുന്നവരെ ഈ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംരംഭം അത് അച്ഛൻ വരുമ്പോഴേക്കാണ് അത് പൂട്ടി പോകേണ്ടി വരും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ അവിടെ ഇതെല്ലാം ഒഴിവാക്കി നിന്നു പറഞ്ഞാലും അച്ഛന് മരണപ്പെടും, എന്തായാലും മരണപ്പെടും. പിന്നെ 86 വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾ മരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ വളരെ സങ്കടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്നുള്ള രീതിയിൽ എനിക്ക് അത്ര വലിയ സങ്കടമൊന്നുമില്ല. കാരണം എൻ്റെ അച്ഛൻ 86 വയസ്സ് വരെ ജീവിച്ചു, ഒരു വലിയ ഇതൊന്നും ഇല്ലാണ്ട്, അതായത് കടന്ന് ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ്ട് എൻ്റെ അച്ഛൻ സന്തോഷമായിട്ട് മരിച്ചു. എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ നന്നായിട്ട് നോക്കി. ഒരു മകൻ എന്നുള്ള രീതിയിൽ അത്രയ്ക്കേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ അവസാന കാലമൊക്കെ ഏകദേശം ഇതേപോലെ ആയിരിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യന്മാരെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഈ മരണപ്പെട്ട് കഴിഞ്ഞുള്ളൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത കുടുംബക്കാരും ബന്ധുക്കാരും അതേപോലെ ഏട്ടനും അനിയത്തിയും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ വരും. കാരണം അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. അതായത് ഇപ്പോൾ അച്ഛനാ മരിച്ചിട്ടുള്ളൂ, അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഇവരാരും ഇതൊന്നും കാണിക്കില്ല. ഇതേപോലെ അമ്മ മരിക്കണ സമയത്തും ഇവരൊക്കെ ഇത് വന്ന് കാണിക്കും. അമ്മയും അച്ഛനും ജീവിപ്പിക്കണതും അതേപോലെ ഞാൻ എൻ്റെ കുടുംബം ജീവിപ്പിക്കണതും അതേപോലെ തന്നെ നമ്മൾ ഈ കമ്പനി കൊണ്ട് നടക്കുന്നതും ഒരുപാട് പ്രതിസന്ധികളും കാര്യങ്ങളും ഇല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇപ്പം ഒരു വിട്ടുവീഴ്ചകൾ. ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് 3-4 ദിവസമേ വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ 3-ൻ്റെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ തന്നെ നാട്ടുകാർക്കും ബന്ധുക്കാർക്കൊക്കെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് എന്താ 15 കഴിയാണ്ട് തന്നെ പുറത്ത് പോണേ. പക്ഷേ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ബാക്കി ജീവിക്കേണ്ട ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കണം. ബാക്കിയുള്ള ആൾക്കാരെ കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ 10 ഉറുപ്പ്യ വേണം, അല്ലാണ്ട് ഒരാളും കൊടുന്നു തരില്ല. കുടുംബക്കാരും ഇവരൊക്കെ അഭിപ്രായങ്ങൾ പറയാനും. അതേപോലെ നമുക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസും നമുക്ക് 2 ലക്ഷം രൂപയുടെ അടുത്തായി. നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. 2 ലക്ഷം രൂപയൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ ഈ പണിയുടെ പൈസയെന്ന് എടുത്തിട്ട് മറിക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. പക്ഷേ അതേപോലെ ബൈസ്റ്റാൻഡർക്കും നമ്മൾ നല്ലൊരു പേയ്മെന്റ് കൊടുത്തിട്ട് അത് സാലറി നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ അത്രയും നന്നായിട്ട് അച്ഛനെ നോക്കിയോണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് എന്നുള്ള രീതിക്കല്ല, ഞങ്ങളിൽ നിന്ന് നോക്കണേക്കാളും നന്നായിട്ട് അവൻ നോക്കി. അത്രയും അതായത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയണത് തന്നെ മൈലപ്പുറക്കാർ ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബൈസ്റ്റാൻഡർ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ബൈസ്റ്റാൻഡറാണ്. അതുപോലെ മൈലപ്പുറക്കാർക്ക് കിട്ടിയതും അതേപോലെ കേട്ടോ. ഇവിടെ എല്ലാവരും നല്ല ടീമാണ്. അപ്പോൾ അവർ നന്നായിട്ട് അച്ഛനെ നോക്കി. ഞാൻ ചായ കൊടുക്കാൻ പറഞ്ഞാൽ പോലും ആകുമ്പോൾ അല്ലേ ചേച്ചി ഞാൻ കൊടുത്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അച്ഛൻ്റെ കാര്യം. അത്രയും നന്നായിട്ടാണ് അവൻ നോക്കിയത്. അപ്പോൾ ഈ കാരണങ്ങളോടൊക്കെയാണ് ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തതും. അതുപോലെ തന്നെ ഇപ്പം നമ്മളെ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ദൂരം കൂടിയ സ്ഥലങ്ങളിലാണ്. അതായത് രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ സൈറ്റുകളിൽ പോയിട്ട് തിരിച്ചെത്തുമെന്ന് പറയണത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാന്തല്ലൂർ, മൂന്നാർ ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. നല്ല മഴ, പിന്നെ ചുരം അല്ലേ, ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ സൈറ്റ്. ആ സൈറ്റിൻ്റെ ഏകദേശം ചുമര് കഴിയാനായി. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്, വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കതിനെ പറ്റിയൊരു സമയം ഉണ്ടായിരുന്നില്ല, സാഹചര്യം ഇരുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളോട് പറയണത്. കാരണം എന്താണ് ഒരുപാട് ദിവസം വീഡിയോ ഇല്ലാത്തെന്ന് ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഈ മരണപ്പെട്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലൈസ്ഡായി കിടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വരുന്ന ഫോൺ കോളുകളും ഇതൊക്കെ ഓരോ ക്ലയൻസിനും അവരവരെ വീടുകളാണ് മെയിൻ. അപ്പോൾ
നമ്മളെ ജോക്കർ സിനിമയിൽ സർക്കസിൽ പറഞ്ഞ പോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഷോ മസ്റ്റ് ഗോൺ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം നമ്മളെ കാര്യങ്ങൾ. അതായത് അച്ഛൻ ICUവിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിനി എപ്പോഴാണ് തുടങ്ങുകയെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങളും ഇറങ്ങി നടക്കണത്. പിന്നെ ഈ ഇറങ്ങി നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയുണ്ടാവും വീഡിയോ കാണുകൊണ്ട് ഞാനും അമ്മ നിരീശ്വരവാദിയാണ് എന്നുള്ളത്. ആ ഒരു കാരണം കൂടി ഇവർക്കൊക്കെ ഒരു ബെനിഫിറ്റായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണത്. കാരണം ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 15 കഴിയാണ്ട് പുറത്തേക്ക് ഇറങ്ങുമോ? ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അച്ഛൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നാളെ എൻ്റെ അച്ഛൻ്റെ 15ആണ്. പക്ഷേ നാളെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു ഇലക്ഷൻ സമയത്ത് നമ്മളെ എല്ലാ മലയാളി സൂപ്പർവൈസർമാരെയൊക്കെ വെച്ചിട്ട് കോട്ടയത്തുള്ള ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മെയിൻ സ്ലാബ് തട്ടടിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഇലക്ഷൻ കാരണം കൊണ്ട് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യണ ഒരു മനുഷ്യന്മാർ ഈ നാട്ടിലില്ല. അതായത് ആൾക്കാർക്ക് ഇത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവണില്ല. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പണിക്കാരനെ വിളിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ ഇവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പോൾ നാളെ എൻ്റെ അച്ഛൻ്റെ 15ആണ്. അപ്പോൾ നാളെയാണ് ഇപ്പോൾ ലാസ്റ്റ് കോട്ടയത്ത് ഒരു കോൺക്രീറ്റ് ചെയ്യാൻ ആളില്ലാഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ നാളെ തൃശ്ശൂരിൽ നിന്ന് നമ്മളെ തോമസ് ഏട്ടൻ്റെ വീട് ചെയ്ത് തരുന്നില്ല, ആ തോമസ് ഏട്ടൻ്റെ വീട് ചെയ്ത നോബിളേട്ടൻ, അതായത് തോമസ് ഏട്ടൻ്റെ വീടും അതേപോലെ ഞങ്ങൾ ആമ്പല്ലൂരത്തെ വീടൊക്കെ കോൺക്രീറ്റ് ചെയ്ത നോബിളിനെയാണ് ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വലിയൊരു വണ്ടിയിൽ 10-22 ആൾക്കാരെ കോൺക്രീറ്റ് ചെയ്യാൻ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ. നമ്മൾ പൈസ എത്ര ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. അത് എനിക്കൊക്കെ പണ്ടേ മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. നിങ്ങളിപ്പോൾ നാളെ 4 കോൺക്രീറ്റുകാരെ വേണം അല്ലെങ്കിൽ ഒരു 4 വീട് വാർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരു കോൺട്രാക്ടറെയും കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം പണിക്കാരില്ല. പിന്നെ ഈ പറയുന്ന മലയാളികളാരും മുകളിൽ ട്രോളുന്തിയിട്ട്, അതായത് ഏകദേശം ഒരു 250 ചാക്കിൻ്റെ കോൺക്രീറ്റ് വരും. അതൊന്നും മലയാളികളെയും കൊണ്ട് കൂട്ടില്ല എന്നുള്ളത് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് തെറിക്കാൻ വേണ്ടി ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, മലയാളികൾ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ. അതൊക്കെ വെറും ഡയലോഗുകളിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തൃശ്ശൂരുള്ള ഒരാളവിടെ കൊടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വീടിൻ്റെ മുകളിൽ എന്താ ഞങ്ങൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട് ഞങ്ങളെ വീടായതുകൊണ്ടും പിന്നെ ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 3 ദിവസം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്തൊരു വീടാണ്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഒരു ബാത്റൂമും കൂടി ചെയ്തിട്ട് എനിക്കൊന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിന് ഞങ്ങൾക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. കാരണം പിന്നെ അങ്ങോട്ട് പോയൊരു സ്റ്റേ ആയിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇതേപോലെ ഇറങ്ങി വന്നിട്ടില്ല. ഒരു 15 ദിവസം വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബ്ലോക്കാവും, ഫണ്ട് വൈസ് ബ്ലോക്കാവും. ഓൾറെഡി വർക്കുകളെല്ലാം ബംഗാളീസ് ഇല്ലാത്തതുകൊണ്ട് ഡിലേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടി ഞങ്ങളും കൂടി ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഡിലേ ആവും. അപ്പോൾ ഓൾറെഡി ഈ മാസത്തെ ഏപ്രിലിൽ തന്നെ വർക്കുകൾ കുറേ സ്റ്റാർട്ട് ചെയ്യാണ്ട്, അത് കഴിഞ്ഞ് മെയ്യിൽ ബുക്കിംഗ് കൊടുത്തത് വേറെ ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ വീടുകൾ ഫാസ്റ്റായിട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് വീട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഇതെന്തോ സിമ്പിളായിട്ട് ചീട്ട് കൊട്ടാരം പോലെ വെക്കാമെന്നുള്ളൊരു മൈൻഡും ഉണ്ട് കേട്ടോ എല്ലാവർക്കും. നമ്മൾ ചില സൈറ്റുകൾ നമ്മളൊരു വീഡിയോസിൽ പറഞ്ഞത് ഇവർ മാനദണ്ഡമാക്കി എടുത്തിരിക്കുകയാണ്. അതായത് 30 ദിവസം കൊണ്ടൊരു വീട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം നമ്മളവിടെ കറക്റ്റ് പ്രോപ്പറായിട്ട് അതിനുള്ള സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വീട് ചെയ്തെടുക്കാൻ പറ്റുക, അല്ലേ? അതെ, പലരും ഇപ്പോൾ ചില സൈറ്റുകൾ നമുക്ക് തോന്നും ഈ ഇത്ര പെട്ടെന്ന് ഈ സൈറ്റ് കഴിഞ്ഞോന്ന് തോന്നുന്ന തന്നെ ക്ലയൻറ്റുകൾ പറയും ഇത് വളരെ വർക്ക് ഡിലേ ആണെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഇവരെന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കണമെന്നല്ല, ചീട്ട് കൊട്ടാരം പോലെ നമുക്ക് കെട്ടി ഉണ്ടാക്കാൻ പറ്റണതല്ലല്ലോ വീട്. പിന്നെ നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് മിനിമം 6 മന്താണ് ഞാൻ അമ്മയോട് അതിൽ കോട്ട് ചെയ്യാൻ പറയാറ്. 6 മന്തിൻ്റെ മുന്നേ ആയിട്ട് ഒരു വീടും ഞങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ ഒരാളോട് എഗ്രി ചെയ്യാറില്ല. കാണും 70 ദിവസം കൊണ്ട് മാത്യു സാറിൻ്റെ വീട് ചെയ്തു. അത് അതിൻ്റെതായ ആ രീതിയിലുള്ള സ്ട്രക്ചറും അതിൻ്റെതായ സമയം ക്ലയന്റിന്റെ ഇടപെടലില്ലായ്മ, അതെ, ഇതൊക്കെ ഇതിലൊരു ഇതാണ്. ഇതൊരു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിനൊക്കെ ഒരു വിൻഡോന്റെ കൺഫർമേഷൻ കിട്ടാനടക്കം 10-15 ദിവസം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. സാറ് പറഞ്ഞ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു തന്നു. അപ്പോൾ 70 ദിവസം കൊണ്ട് ആ വീട് അങ്ങനെ ചെയ്യാൻ പറ്റിയത് സാറിന്റെ ഫുള്ള് എഫേർട്ട് സാറും തന്നിട്ടുണ്ട്. പിന്നെ സാർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സാർ അന്ന് ഇവിടെ വന്നപ്പോൾ വീഡിയോസിൽ തന്നെ പറഞ്ഞല്ലോ, ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇടയിൽ കയറിയിട്ട് പിന്നെ ഇപ്പൊ പലരും ക്ലയന്റുകളുണ്ട് ഒരു സ്വിച്ച് വെക്കുമ്പോഴേക്കും അത് അവിടെ ഒരു സ്വിച്ച് മറന്നിട്ടുണ്ട്. അവരോട് അത് പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളല്ലെങ്കിൽ വെക്കുമായിരിക്കും. പക്ഷെ ഇവരും കുറേ ഹിന്ദിക്കാരോട് പോയിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറയും. പിന്നെ നമ്മളെ വിളിക്കും, ചിലപ്പോൾ ഞങ്ങൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താവും, അങ്ങനെ ഡിലേ വരും.
പിന്നെ ഇവർ താമസിക്കുന്ന വീടുകളിൽ വെള്ളം ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇതൊന്നും ആൾക്കാർ കണക്കാക്കുന്നില്ല. അതെല്ലാം ഇവര് ഇപ്പൊ ഒരു സൈറ്റിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ അവരന്ന് ലീവാ. അവരെന്താ വെച്ചാൽ അവർക്ക് നീറ്റ് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. അപ്പൊ അവരവിടെ കിടക്കും. ക്ലയന്റ് മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ മനുഷ്യരായിട്ട് കാണണം, അതേപോലെ തന്നെ ഞങ്ങളെ സ്റ്റാഫിനെയും ആ രീതിയിൽ തന്നെ കാണണം. അല്ലാണ്ട് അവർ കണ്ട സ്ഥലത്ത് കിടക്കും, അവർ ഇന്ന പോലെ ജീവിക്കും, അങ്ങനെയല്ല. ഞങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈറ്റിൽ അവർ റൂമിൽ കിടക്കുമ്പോൾ ഞാൻ ഇവള് കാറിലാണ് കടന്നത് 4 ദിവസം. അപ്പോൾ ഞങ്ങളാണ് സഫർ ചെയ്യുന്ന ആൾക്കാർ. കാരണം ഞങ്ങൾ മുതലാളിമാരായിട്ട് ഞങ്ങളവിടെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ട് അവരെ ഒരു ചീത്തയായ സ്ഥലത്ത് താമസിപ്പിക്കുക എന്നുള്ളൊരു മെത്തേഡ് നമുക്കില്ല. ഞാൻ ഒരുപാട് വർഷം ഞാൻ പറഞ്ഞ പോലെ പുറത്ത് താമസിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം വർക്കേഴ്സിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ വർക്കേഴ്സ് പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ വർക്കുകളും പെർഫെക്റ്റ് ആയിട്ട് രാവിലെ നടക്കും. കുറച്ചു നേരം വെള്ളം ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് വെള്ളം കിട്ടിയിട്ടും കാര്യമില്ല. അവർ പിന്നെ അന്നത്തെ ദിവസം വർക്കിന് ഇറങ്ങില്ല. കാരണം അതൊരു മൂഡാണ്. മലയാളികളെ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ മലയാളികൾക്കൊരു വിചാരമുണ്ട്, മലയാളികൾ മാത്രം വലിയ സംഭവം, ബാക്കി ഹിന്ദിക്കാരും ഇവരൊക്കെ എവിടുന്നോ ഉപഗ്രഹത്തു നിന്ന് വന്ന ആൾക്കാരാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. നമ്മളെ സൈറ്റിൽ പണിയെടുക്കണ ഓരോ ഹിന്ദിക്കാരനും അവൻ്റെ വീട്ടിലും നമ്മളെ പോലെ അച്ഛനും അമ്മ ഉണ്ട്, അവർക്ക് കുട്ടികളുണ്ട്. ഞാൻ മനസ്സിലാക്കണ അത്രയല്ല എന്നുണ്ടെങ്കിൽ അവരെ ഒരു മാനസിക പരിഗണന വെച്ചിട്ട് ആ രീതിയിലും നമ്മളെ ക്ലയൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കണം, പുറത്തുള്ള ആൾക്കാർക്കല്ല. ഹിന്ദിക്കാരെ ആ ഒരു രീതിയിൽ കാണണം. നല്ല ആൾക്കാരുണ്ടാവും, മോശം ആൾക്കാരുണ്ടാവും. അതിപ്പോൾ ഹിന്ദിക്കാരിൽ മാത്രമല്ല, മലയാളീസിലും ഉണ്ട് നല്ല ആൾക്കാരും മോശം ആൾക്കാരും. പിന്നെ നമ്മൾക്കിത് സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നത് പോസിബിൾ അല്ല, ആണോ? അപ്പോൾ എങ്കിലും നമ്മളിലുള്ള മിക്കവരും വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. കാരണം നമ്മൾ ഇവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സുകളെ എടുക്കണം. ഒരാളെ എടുക്കും, പിന്നെ അവരുടെ ഫാമിലി, അങ്ങനെയാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ മാക്സിമം നല്ല ആൾക്കാർ തന്നെ ആയിരിക്കും. വർക്കിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മളെ വർക്കേഴ്സാണ്. പല സൈറ്റുകൾ സ്പീഡിൽ നടക്കുന്നത് പോലും അവർ ഡിലേ ആണെന്ന് പറയും. ചിലപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് തീർത്തിട്ടുണ്ടാവും. എന്നിട്ടും അവരത് ഡിലേ എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമാണ്. അവർ നോർമൽ രീതിയിൽ ഒരു മാസം ഇപ്പോൾ ഓൾറെഡി നമ്മളെ രീതിയിൽ നിന്ന് വിട്ട് പിരിഞ്ഞു പോയ എറണാകുളത്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ആ സൈറ്റിന്റെ മുന്നിൽ കൂടി പോയി നോക്കും. ഏകദേശം 1 വർഷം കഴിയാനായില്ലേ, ഇപ്പോഴും സ്ട്രക്ചറായി നിൽക്കണേയുള്ളൂ. കഴിഞ്ഞ ജൂണിൽ അവർ അബ്രോഡാണ്. അവരുടെ കുട്ടികളെ കഴിഞ്ഞ ജൂണിൽ സ്കൂളിൽ ചേർക്കണം പറഞ്ഞു. ഈ ജൂണിൽ പോലും അവർക്ക് ചേർക്കാൻ പറ്റില്ല. അടുത്ത ജൂണിലും ചേർക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ കമ്പനി ചെറിയ സമയം കൊണ്ട് എത്ര വീടുകൾ വെച്ചു കൊടുത്തു എന്നുള്ളത് നമ്മളെ വീഡിയോസിൽ തന്നെ കിടക്കുന്നുണ്ട്. അതായത് 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ വെച്ചു കൊടുത്ത ഭൂരിഭാഗം വീടുകളിൽ ആൾക്കാർ കയറി താമസം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്ട്രക്ചറായി ആക്കിയതിന് ശേഷം ക്ലയൻറ്റിന് ഡിലേ വന്നിട്ട് ഇതുവരെ നടക്കാത്ത വീടുകളും ഉണ്ട്. ഈ വീഡിയോ ഇത്രയും ലെങ്തി ആക്കാൻ കാരണം നമ്മൾ ഇത് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം കുറേയൊക്കെ നമുക്ക് നേരിട്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മാനസികമായിട്ടൊരു ഡിസ്റ്റൻസ് വരും. ആ ഡിസ്റ്റൻസ് വരാതെ ഇരിക്കാനാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചവരാരാന്നൊക്കെ ഉള്ളതൊക്കെ അവർക്ക് തന്നെ അറിയുണ്ടാവുമല്ലോ. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ എന്തായാലും എല്ലാം നന്നായിട്ട് വരട്ടെ, എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ.